ഉത്സാഹമായി നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, സൺഡേ സ്കൂൾ ചുമതലക്കാർക്കും പ്രഭാത അഭിവാദനങ്ങൾ. അറിവ് വെളിച്ചമാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ളവർ പഠിപ്പിച്ചിട്ടുള്ളത്. നാം പഠിക്കുമ്പോൾ ഒരു വെളിച്ചമാണ് നമ്മൾ ഉദിക്കുക. അത് നമ്മുടെ പെരുമാറ്റങ്ങളെയും സ്വഭാവത്തെയും കാര്യമായി സ്വാധീനിക്കും. അത് അന്യർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആകാൻ പാടില്ല അറിവ്. അത് പുറത്തേക്ക് ഒഴുകേണ്ടതാണ്. വെളിച്ചം പോലെ അത് പുറത്തേക്ക് പകരേണ്ടതുമാണ്. മാത്രമല്ല, അറിവ് ഒരു ആനന്ദമാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് സെക്കുലർ വിദ്യാഭ്യാസത്തിലാകട്ടെ, മതപരമായ വിദ്യാഭ്യാസത്തിലാകട്ടെ, എപ്പോഴും അറിവ് സമ്പാദിക്കുന്നത് ഒരാനന്ദമാണ്, ഉള്ളിൽ ഒരു വെളിച്ചത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നീതി സൂര്യൻ എന്നാണ് വിളിക്കുക. ഈ വിശേഷണം ലഭിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവാചകൻ്റെ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ്. അത് നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം. മലാഖി ചാപ്റ്റർ 4 വേഴ്സ് 2. അവിടെ നീതിയിൻ സൂര്യൻ എന്നൊരു പരാമർശനമാണ്. നീതിയിൻ സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. The sun of righteousness shall dawn with healing in his wings എന്നാണ് നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം കൂടെ വായിക്കണം. ആരാണ് നീതിയുടെ സൂര്യൻ? നന്മയുടെ, സത്യത്തിൻ്റെ, വിശുദ്ധിയുടെ സൂര്യൻ. അത് നമ്മുടെ കർത്താവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള നേരത്തെയുള്ള പ്രൊഫസി ആണ് മലാഖിയുടെ നീതിയുടെ സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്ന്. തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ അവസാനത്തിൽ, അതായത് കാനോന നമസ്കാരം എന്ന് പറയുന്ന വൈദികർക്ക് പ്രത്യേകമായി അവർ തികക്കേണ്ട പ്രാർത്ഥനകളാണ് കാനോനീയ നമസ്കാരം. ഇതിൽ തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ ഒടുവിൽ ഈശ്വര നീ എന്നിൽ ഉദയം ചെയ്യണമേ എന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെ നീതിയുടെ സൂര്യൻ എന്നിൽ ഉദിച്ചാൽ ആ സൂര്യ വെളിച്ചം എൻ്റെ അകത്ത് വന്ന് നിറയുകയും അത് പുറത്തേക്ക് ഒഴുകുകയും എല്ലാം കാണേണ്ടതുപോലെ കാണാനും കാണുന്നവരെ സഹായിക്കാനും കണ്ണില്ലാത്തവർ കണ്ണായി തീരുവാനും എല്ലാം അങ്ങ് സൂര്യനാണല്ലോ, നിത്യസൂര്യൻ, നീതി സൂര്യൻ, എന്നേക്കുമുള്ള അസ്തമിക്കാത്ത സൂര്യനാണല്ലോ. ആ സൂര്യൻ എന്നിൽ വന്ന് ഉദിക്കണമേ. ദൈവം സൃഷ്ടിച്ച സൂര്യൻ, സൺ, മൂൺ എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അത് ദൈവങ്ങളാണ്. അപ്പോൾ അത് ആയുസ്സുള്ളതാണ്. അതില്ലാതെ ആയിത്തീരും. സൂര്യനും ചന്ദ്രനും ഒക്കെ ഇല്ലാതായിത്തീരും. പക്ഷേ നീതിയുടെ സൂര്യനായ യേശു മിശിഹ അസ്തമിക്കാത്ത സൂര്യനാണ്. The sun that never sets. That is the Son of Righteousness, our Lord Jesus Christ. അപ്പോൾ അദ്ദേഹത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, യു ആർ ദ സൺ ഓഫ് റൈച്ചിയസ്നെസ്, എന്നിൽ വന്ന് ഉദിക്കണമേ. May your dawn happen in me, and may my inside, my heart and mind be filled with undying light. That is your light. And let that light flow outside. Send it beams outside, all around. നമ്മൾ പ്രകാശം കൊണ്ട് നിറയുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും, നമ്മുടെ ഭാവനയെ സ്വാധീനിക്കും, കൂട്ടുകെട്ടുകളെ സ്വാധീനിക്കും. അപ്പോൾ നീതി സൂര്യനായ കർത്താവ് പ്രകാശം നൽകുന്നവൻ മാത്രമല്ല, സൗഖ്യം നൽകുന്നവനുമാണ്. The Son of Righteousness shall rise
ഡോട്ട് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ് എന്നാണ് മലാഖി പ്രവാചകൻ പറയുന്നത്. അപ്പോൾ സൗഖ്യം നൽകുന്ന ആളാണ് സൂര്യൻ. പ്രകാശം നൽകുന്നു, വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു, സൗഖ്യം നൽകുന്നു. ഹീലിംഗ് അദ്ദേഹം നൽകുന്നതാണ്. കർത്താവ് മനുഷ്യനായി ജീവിച്ച കാലത്ത് എത്രയോ പേർക്ക് സൗഖ്യം നൽകി. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ആയിരിക്കണമല്ലോ മലാഖി പറയുന്നത്. The Son of Righteousness shall rise with healing in his wings. ആ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 മൂലം സഫർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നീതിയുടെ സൂര്യനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങ് പ്രകാശമായി ഞങ്ങളിൽ വന്ന് നിറയണമേ, ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നീതിയിൽ സൂര്യനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. ഒളിവായി നോക്കിയിടായതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാത്തടിയൻ്റെ കാതുകളെയും കാക്കണമേ. Oh my Lord, you keep me safe like the apple of your eye. Shelter me under your wings, temptations not come near me. On that last day, comfort me when you come in great glory. Lord, my body, mind and soul shall sing thy praise. Have mercy. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനമാകുന്ന ഓർത്തഡോക്സ് സുറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ഓഫ് ദി ഈസ്റ്റ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനം വളരെ ഭംഗിയായും മാതൃകാപരമായും നടത്തിവരുന്നു എന്ന് അറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പണ്ഡിതശ്രേഷ്ഠനായ അഭിമന്യ ഐറീനീസ് തിരുമേനിയുടെ ശ്രേഷ്ഠമായ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം അധ്യാപകരും സൺഡേ സ്കൂൾ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ ഓൺലൈൻ പഠന പ്രക്രിയ ഭദ്രാസനത്തിൽ നിന്ന് മാത്രമല്ല സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി 10,000-കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു എന്നറിയുന്നത് ഏറെ അഭിമാനമുണ്ട്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് കൽപ്പിക്കുന്ന യേശു തമ്പുരാൻ കുട്ടികൾ ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് സംശയമില്ലാതെ വ്യക്തമാക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയ ആരാധനയും പരമ്പരാഗത ശൈലിയിലുള്ള സൺഡേ സ്കൂൾ പഠനവും സാധ്യമല്ലാതെ വന്നപ്പോൾ സഭയുടെ ഭാവി കുട്ടികളിലാണെന്ന വ്യക്തമായ തിരിച്ചറിവോടെ വിവരസാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമം കാലഘട്ടമുയർത്തുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് സഭയുടെ ഭാവി ശോഭനമാക്കുവാനായി ഉപകരിക്കും. അറിവ് ലഭിക്കുന്ന ധാരാളം ഉപാധികൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും സൺഡേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് തിരുവച്ചറിവിൻ്റെ ബോധിവൃക്ഷമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. പാഠഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നതായ മൂല്യങ്ങൾ
കേവലം അറിവായി അവശേഷിക്കാതെ അവയെ അനുഭവങ്ങളാക്കി മാറ്റിക്കൊടുക്കുവാൻ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഇടവയ്ക്കും അതിലുപരിയായി കുടുംബത്തിനും സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പുതിയ തലമുറയ്ക്ക് വഴിവിളക്കും ദിശാബോധവുമേകുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം പോലെ സഭയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമർഹിക്കുന്ന മറ്റൊന്നുമില്ല. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്ക് ശേഷവും വിവരസാങ്കേതിക വിദ്യയുടെ ഇത്തരം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി വേണം ഭാവിയിൽ സൺഡേ സ്കൂൾ കാര്യക്ഷമമായി നടത്തുവാനെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായവുമുണ്ട്. സ്ഥലകാല പരിമിതികളെ അതിജീവിച്ച് ഏവർക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസുകളുടെ ഒരു സവിശേഷത. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം യേശുവിൻ്റെ വചനം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് എ ലിവിങ് എന്ന ധാരാളം പരിശീലനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴായി നൽകുന്നുണ്ടെങ്കിലും ഹൗ ടു ലീവ് എന്ന ഉൾക്കാഴ്ച നൽകുന്നത് സൺഡേ സ്കൂൾ പ്രസ്ഥാനം മാത്രമാണ്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഫോർ ദ വേൾഡ് എന്നത് കുട്ടികൾ ബാല്യത്തിൽ തന്നെ അഭ്യസിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അവരുടെ ബോധ്യമായി മാറേണ്ടതുമായ അടിസ്ഥാനപരമായ സംഗതിയാണ്. സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളിൽ നിന്ന് പങ്കുവെക്കലിൻ്റെ ജീവിതവിശുദ്ധിയിലേക്ക് കൊച്ചി ഭദ്രാസനം നേതൃത്വം നൽകുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ പഠന ക്ലാസുകൾ വിദ്യാർത്ഥികളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിന്, ഈ സംരംഭത്തിന് പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും നന്മകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മളിവിടെ തുടർന്ന് പഠിക്കുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ യൂണിറ്റ് 5-ലെ 4ാമത്തെ ചാപ്റ്റർ. ഈ യൂണിറ്റ് 5-ലെ 4ാമത്തെ ചാപ്റ്റർ ക്രിസ്തീയ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്താണെന്ന് പഠിച്ചു. 2ാമത്തെ ചാപ്റ്ററിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് പഠിച്ചു. 3ാമത്തെ ചാപ്റ്ററിൽ ക്രിസ്തീയ വിദ്യാഭ്യാസവും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കുറിച്ചും പഠിച്ചു. 4ാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ തുടർ വിദ്യാഭ്യാസം. ഈ തുടർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ സൺഡേ സ്കൂൾ ആണെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ വിദ്യാഭ്യാസ പാഠ്യ അല്ലെങ്കിൽ പഠന പ്രക്രിയ അവിടെ അവസാനിച്ചതിന് ശേഷം ഇനി ആ പഠനം വീണ്ടും തുടരാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ അറിയാം, ഒന്നാമതായിട്ട് നമ്മൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു, വിദ്യാഭ്യാസ രീതി അവിടെ അവലംബിച്ചു. അതിനുശേഷം നമ്മുടെ ഓർത്തഡോക്സ് സഭ ഈ വിദ്യാഭ്യാസം തുടരാനുള്ള എന്തൊക്കെ മേഖലകളാണ് നമ്മുടെ വിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതിന് പ്രായമോ പരിധികളോ ഒന്നുമില്ല.
നമ്മുടെ അവസാന ശ്വാസം വരെയും നമ്മൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കും. എന്ത് പുതിയതായിട്ട് പഠിക്കുന്നോ അതെല്ലാം പഠനമാണ്. എന്ത് കാര്യങ്ങൾ പുതുതായിട്ട് മനസ്സിലാക്കുന്നു അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണ്. സോ എഡ്യൂക്കേഷൻ ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് എന്ന് നമ്മുടെ അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുന്നില്ല. ഇത് തുടരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ തുടർ വിദ്യാഭ്യാസത്തിന്റെ എന്തെല്ലാം സൗകര്യങ്ങൾ സഭ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് നമ്മളെ ഉറപ്പിച്ച് നിർത്തേണ്ട അത്യാവശ്യമാണ്, അല്ലേ? പല കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ പോയി അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഉറപ്പിച്ച് നമ്മൾ നിർത്തേണ്ടിയ ഒരു കടമയും കൂടെ നമുക്കുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സത്യവിശ്വാസം പഠിച്ചു, സത്യ ആരാധന എന്താണെന്ന് പഠിച്ചു, പിന്നെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, സാമൂഹിക സേവനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മൾ തുടരുക എന്നുള്ളത് ഇങ്ങനെയുള്ള തുടർ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇതൊരു റിമൈൻഡറായിട്ട് ഓരോ ഓർമ്മ പുതുക്കലുകളായിട്ട് വരികയുള്ളൂ. അപ്പൊ ആ ഒരു സംവിധാനം നമ്മുടെ സഭയുടെ ചട്ടക്കൂടിനകത്ത് നിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തുടർ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മുടെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന OVBS പാഠ്യപദ്ധതി. എല്ലാവർക്കും അറിയാം, എല്ലാ സൺഡേ സ്കൂളുകാർക്കും. അത് എത്ര പ്രായമായാലും OVBSൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സന്തോഷവും ആഹ്ലാദമുള്ള ഒരു കാര്യമാണ്. കാരണം അതിന്റെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ വിഭിന്നമായ ഒരു പാഠ്യപദ്ധതിയാണ്, അല്ലേ? അപ്പൊ നമുക്ക് അതിനകത്ത് ആ പാഠ്യപദ്ധതിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. കാരണം നമുക്കറിയാമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ പഠനകാലത്തിന് ശേഷം ഒരു 2 മാസക്കാലം മിഡ് സമ്മർ വെക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു അവസരം കിട്ടുകയാണ്. അപ്പൊ ഈ 2 മാസക്കാലം വിദ്യാർത്ഥികൾ ചുമ്മാതെ സമയം ചെലവഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ദിവസം ഈ നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂസിനെ കുറിച്ചും അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തെക്കുറിച്ചും അല്ലെങ്കിൽ മൂല്യങ്ങളെ കുറിച്ചും ഒക്കെ, അതുപോലെ തന്നെ വേദപഠനം ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ നടത്താനുള്ള ഒരു സംവിധാനമായിട്ടാണ് OVBS എന്ന് പറയുന്ന തുടർ വിദ്യാഭ്യാസ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ആരംഭം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1952 OVBS എന്ന് പറയുന്ന ഈ സംവിധാനം ഉടലെടുക്കുന്നത്. അതിനുശേഷം അതിന്റെ ഒരു സ്ട്രക്ചർ എന്നോടുകൂടി, ഒരു രൂപഭേദത്തോടുകൂടി അത് വ്യവസ്ഥാപിതമായ രീതിയിൽ അത് ആരംഭിച്ചത് 1959 മുതലാണ്. അപ്പം 59 മുതൽ കൃത്യമായും ഈ പറഞ്ഞ പോലെ ഒരു 10 ദിവസം വിദ്യാർത്ഥികളെ പിന്നെ പാട്ടുകളിലൂടെയും ഡാൻസുകളിലൂടെയും അതുപോലെ കഥകളിലൂടെയും അതുപോലെ തന്നെ പലതരം പ്ലേസിലൂടെ അതിലെ കളികളിലൂടെയും ഒക്കെ ഈ ദൈവത്തെ മനസ്സിലാക്കാനായിട്ടുള്ള സംവിധാനം. പാട്ടിലൂടെ ഇതിനകത്തൂടെ ഒക്കെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഉള്ള ഒരു സംവിധാനം നിലവിൽ വന്നു. അങ്ങനെയാണ് OVBS പ്രസ്ഥാനത്തിന് ഒരു പ്രാധാന്യം കൈവരുന്നത്. ഇപ്പൊ വേദപാഠങ്ങൾ, ചരിത്രം, മൂല്യബോധം, പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെയാണ് ഈ 10 ദിവസങ്ങളിൽ കൊണ്ട് നമ്മുടെ ഇതിന്റെ പഠിതാക്കൾ ശാംശീകരിക്കുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം. എന്നാൽ ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ അതിന്റെ ആരംഭത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് നമുക്ക് അതിൻ്റെതായ സ്വന്തമായ ബുക്കുകളോ അതിനുള്ള റിസോഴ്സ് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന മിനിസ്ട്രീസ് ബാംഗ്ലൂരിൽ അവരുടേതായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ പുസ്തകം വാങ്ങിച്ച് നമ്മളിവിടെ സപ്ലൈ ചെയ്യുകയും അത് വെച്ച് പഠിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നാൽ 1977 ആയോടുകൂടി നമ്മുടെ OSSAE സ്വന്തമായിട്ട് ഈ OVBS ഏറ്റെടുക്കുകയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ക്രമീകരിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം OVBSന് വന്നു. ഏതാണ്ട് 6 തലങ്ങളിലായിട്ട് OVBS ഇപ്പോൾ നടന്നു വരുന്നു. എല്ലാ വർഷവും ഓരോ തീം,
ഓരോ വർഷവും ഓരോ തീം, വേദോത്സവത്തിലെ ഒരു വേദവാക്യത്തിനെ ബേസ് ചെയ്ത് ഒരു തീം ഉണ്ടാക്കി ആ തീമിനെ അടിസ്ഥാനമാക്കി എല്ലാ പാഠ്യപദ്ധതികളും ഗാനങ്ങളും ഒക്കെ ക്രമീകരിച്ച് ഒരു വർഷത്തെ OVBS സജ്ജീകരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സഭയിലെ തന്നെ ഏറ്റവും ആകർഷണീയമായ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് OVBS എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അടുത്തത് MGOCSM, മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന് പറയുന്ന MGOCSM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അത് 1908 പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്നത്. ഓക്കെ, അത് 1907 അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മദ്രാസിൽ നടന്ന സിറിയൻ സ്റ്റുഡൻസ് കോൺഫറൻസ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനം. വിദ്യാർത്ഥികളെല്ലാം കൂടെ മദ്രാസിൽ 1907 കൂടുകയും അത് പിന്നീട് MGOCSM ആയി രൂപാന്തരപ്പെടുകയും ചെയ്തതായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിന്റെ 1908 ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് തിരുവല്ലയിലെ ബാലികാമഠം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഗേൾസ് ഹൈസ്കൂളുണ്ട്. അവിടെ വെച്ചാണ് ഇതിന്റെ ആദ്യകാലത്തെ മീറ്റിംഗ് നമ്മുടെ ഭാവിക സ്മരണാർഹനായ വട്ടശ്ശേരി തിരുമേനിയുടെ നേതൃത്വത്തിൽ അവിടെ വെച്ച് നടക്കുന്നത്. അങ്ങനെയാണ് 1908 മുതൽ ഈ MGOCSM എന്ന് പറയുന്ന പ്രസ്ഥാനം ക്രമാതീതമായി വളരുകയും അദ്ദേഹം വട്ടശ്ശേരി തിരുമേനി അതിനുവേണ്ടി ഒരുപാട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, സ്റ്റുഡൻസ് ഈ MGOCSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പല പ്രധാന കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് സ്റ്റുഡൻറ് സെന്റേഴ്സ് ഉണ്ട്. ആദ്യകാലത്ത് തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ സ്റ്റുഡൻറ് സെന്റേഴ്സ് ആരംഭിക്കുകയും പിന്നീട് ആലുവായിലും ഉള്ള MGOCSM സ്റ്റുഡൻറ് സെന്റർ, ഇതൊക്കെ വളരെ പേര് കേട്ട സ്റ്റുഡൻറ് സെന്ററുകളാണ്. അപ്പം ഈ സിറിയൻ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന ആ പേരിൽ ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയി 1960 ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന് ഈ MGOCSM എന്ന പേര് അത് സ്വീകരിക്കുന്നത്. അതുവരെ സിറിയൻ സ്റ്റുഡൻസ് കോൺഫറൻസ് അല്ലെ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 1960 പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പേരിൽ ഇത് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, മെഡിക്കൽ കോളേജ് ആയാലും എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഒക്കെ ഇതിന്റെ യൂണിറ്റുകൾ ആരംഭിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രത്യേകിച്ച് ആരാധന, പഠനം, സേവനം എന്ന 3 ലക്ഷ്യങ്ങളോടുകൂടി ആരംഭിച്ച ഒരു സംഘടനയാണ് MGOCSM. വളരെ മാതൃകാപരമായ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നമ്മുടെ ക്രൈസ്തവ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ ക്രൈസ്തവ സാക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് MGOCSM. ഇനിയുള്ള ഒരു മൂന്നാമത്തെ തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ്, OCYM എന്ന് പറയുന്ന സംഘടന. പള്ളിയിലൊക്കെ വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് OCYM. അതിന്റെ ചരിത്രം എടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ വിഭജന സംഘം എന്ന് പറഞ്ഞ് എല്ലാ പള്ളികളിലും ഏതാണ്ട് 19ാം നൂറ്റാണ്ടിൽ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ഈ വിഭജന സംഘം. പിന്നെ യഥാർത്ഥത്തിൽ ഇതിന് ഈ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചസ്, ന്യൂ ജനറേഷൻ ഐഡിയോളജീസ് യുവാക്കളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അപ്പൊ അത് എങ്ങനെയും തടുത്തു നിർത്തുക, നമ്മുടെ വിശ്വാസത്തിൽ യുവജനങ്ങളെ കൂടുതൽ അവർക്ക് വേണ്ടിയ അടിസ്ഥാനമായ വേദ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യുവജന സംഘം പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ അത് പിന്നീട് 1933 ആയപ്പോഴത്തേക്കും ഈ യുവജന സംഘം എല്ലാം കൂടെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിന്റെ കീഴിലാവുകയും അങ്ങനെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് OCYM എന്ന പേരിൽ അത് വരികയും ചെയ്തു. അപ്പൊ ആദ്യകാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ
അതിന് ഒരു രൂപം ആ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അതൊരു സിറിയൻ യുവജന സംഘം എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ ഇതിനും ഈ MGOCSന്റെ പോലെ തന്നെ ആരാധന, പഠനം, സേവനം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അതിന് കേന്ദ്രീകൃതമായി ഈ പറഞ്ഞ പോലെ പിന്നെ അതിനെ ഒരു സഭയുടെ തന്നെ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് എന്ന് അതിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന 1936 മാവേലിക്കരയിൽ നടന്ന ഈ സിറിയൻ യുവജന സംഘത്തിന്റെ മീറ്റിംഗിലാണ് ഇത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുകയും 1958 പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് കൂടിയ മീറ്റിംഗിലാണ് ഇതിന് ഈ OCYM എന്ന ഒരു പേരിലേക്ക് ഇത് അറിയപ്പെടുകയും അല്ലെങ്കിൽ മാറ്റപ്പെടുകയും ചെയ്തു. അതുവരെ ഞാൻ ഈ പറഞ്ഞതുപോലെ സിറിയൻ യുവജന സംഘം എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1958 പുതുപ്പള്ളി പള്ളിയിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ OCYM എന്നുള്ള ഒരു പേര് അവിടെ സ്വീകരിക്കുകയും അതിനുശേഷം ഈ പിന്നീട് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് OCYM എന്ന് പറയുന്ന ഒരു അവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് യൂത്ത് എന്ന് പറയുന്ന ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് വളരെ കാതലായ നമ്മുടെ സഭാവിശ്വാസത്തെക്കുറിച്ചും വേദപുസ്തകത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായ പംക്തികളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ച് നമ്മുടെ യുവാക്കന്മാരെ കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും അവരതിനകത്ത് കൈകാര്യം ചെയ്തിരുന്നിരുന്നു ആ മാഗസിൻ. അപ്പൊ യഥാർത്ഥത്തില് വേദപഠനം, അത് ഈ പറഞ്ഞ പോലെ വേദപഠനം, കലാകായിക മത്സരങ്ങള്, ആനുവൽ മീറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ OCYM, അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക സേവന പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ അവര് നമുക്ക് അറിയാം. ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകള്, അതുപോലെ തന്നെ ഈ രോഗികളായവര് ഹോസ്പിറ്റലിൽ അവർക്ക് വസ്ത്രം, ഭക്ഷണം ഇതൊക്കെ ദാനം ചെയ്യാനായിട്ട് പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ OCYM, ഒരുപാട് ചാരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ OCYM ഇൻവോൾവ് ആണ്. അങ്ങനെ ഈ നമ്മളെ ഈ അറിയാമല്ലോ, ഈ നമ്മുടെ യൂത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വൈബ്രന്റ് ആയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സ്കിൽസ്, പൊട്ടൻഷ്യൽസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സമയം അവരുടെ പോസിറ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ സ്കിൽസും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഈ OCYM എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നാലാമതായിട്ട് നമുക്ക് തുടർ വിദ്യാഭ്യാസം എന്ന് പറയാം, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ. നമ്മളെ പഠിപ്പിച്ച വിശ്വാസവും ആരാധനയും കൂദാശകളും ഒക്കെ ഉറപ്പിക്കാനായിട്ടുള്ള സംവിധാനമാണ് ഈ തുടർ വിദ്യാഭ്യാസ സംവിധാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ആദ്യം ഈ പ്രാർത്ഥനാ യോഗം എന്ന് പറയുന്നത് ആദ്യം വായനാ യൂണിറ്റുകളായിട്ട് അറിയപ്പെടുന്നു. പിന്നെ അത് കുടുംബ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു, വായനാ യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട നമ്മുടെ സഭയിലെ അല്ലെങ്കിൽ അതാത് ദേവാലയങ്ങളിലെ വൈദികര് നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അവിടെ വേദപുസ്തക പഠനം, സഭാജീവിതത്തിലെ വിശ്വാസികളുടെ പങ്ക്, പിന്നെ ദരിദ്രരെ സഹായിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വായനാ യൂണിറ്റുകളൊക്കെ ഇൻവോൾവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ കുടുംബജീവിതം, അതിന്റെ മൂല്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഇതൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നവരെ, കാരണം കൂടുതൽ പ്രാർത്ഥനാ യോഗങ്ങളിൽ കുറച്ചുകൂടെ പ്രായമുള്ളവരായിരിക്കും, മുതിർന്നവരായിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പൊ അവരെയും ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ പ്രാർത്ഥനാ യോഗങ്ങൾ വഴിയൊക്കെ നടന്നിരുന്നത്. അപ്പം കൂടുതൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വെളിച്ചം വീശുന്ന, പിന്നെ അതുപോലെ തന്നെ സാമൂഹികപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓരോരോ ചെറിയ ഓരോ മൈക്രോ യൂണിറ്റ്സ് ആയിരുന്നു ഈ പ്രാർത്ഥനാ യോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ യൂണിറ്റുകൾ അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ ശക്തി പ്രാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തി പ്രാപിക്കുന്നത് ആരാണ്? പരിശുദ്ധ സഭയാണ്. അപ്പം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വളരെ പ്രാധാന്യം നമ്മുടെ സഭ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ അറിയാം, എല്ലായിടത്തും പ്രധാന പള്ളികളിലൊക്കെ പോയാൽ ഒരു 10ഉം 12ഉം പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്ന, ഓരോ ഏരിയ തിരിച്ചോ അല്ലെങ്കിൽ ഓരോ വാർഡ് തിരിച്ചോ
ഒക്കെ പല പരിശുദ്ധന്മാരുടെ പേരിൽ പലയിടത്തും പ്രാർത്ഥനാ യൂണിറ്റുകൾ, പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു ഏകീകൃതമായിട്ട് നമ്മൾ എല്ലാ വർഷവും അഖില മലങ്കര പ്രാർത്ഥനാ സമാജം, അഖില മലങ്കര പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഏജൻസി ഉണ്ട്. അവർ എല്ലാ വർഷവും ഈ അഖില മലങ്കര പ്രാർത്ഥനാ സമാജം അവരുടെ വാർഷിക മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതും ഒരു ഈ നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ സഭയുടേതായ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമായിട്ട് നമുക്ക് ഇതിനെയും കണക്കാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഒരു അഞ്ചാമത്തെ നമ്മുടെ തുടർ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് മർത്തമറിയം സമാജം എന്ന് പറയുന്ന മോംസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു സംഘടനയാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ കാലം മുമ്പ് തന്നെ കവിയൂർ സ്ലീവ പള്ളിയിൽ വെച്ച് ആരംഭിച്ച ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ മോംസ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അവർക്കും പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക, വളരെ മനോഹരമായ ലക്ഷ്യത്തോടുകൂടി, വളരെ സമ്പുഷ്ടമായ ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മർത്തമറിയം സമാജം എന്ന് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയിലെ സ്ത്രീകളുടെ കൂടിവരവ്, അവരുടെ പഠനത്തിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മർത്തമറിയം സമാജം. അതിനകത്ത് വേദപഠനം, സഭാജീവിതത്തിലെ വിശ്വാസികളുടെ പങ്ക്, പിന്നെ അശരണരെ കരുതുക, ക്രിസ്തീയ സംബന്ധം നിലനിർത്തുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പിന്നെ ഈ ഒരു വലിയൊരു ആത്മീയ സ്രോതസ്. യഥാർത്ഥത്തിൽ വലിയൊരു ആത്മീയ സ്രോതസ്സിന്റെ ഒരു കേന്ദ്രം തന്നെയാണ്. ഇപ്പൊ സാധാരണ നമുക്കറിയാം, ഞായറാഴ്ചകളിൽ സ്ത്രീ സമാജത്തിന്റെ മീറ്റിംഗ്, അല്ലെങ്കിൽ ഞായറാഴ്ച ചില പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ കൂടാറുണ്ട്, ചിലടത്ത് ബുധനാഴ്ചകളിൽ കൂടാറുണ്ട്. സൗകര്യാർത്ഥം ഒരു പ്രത്യേക ദിവസമൊന്നും വെച്ചിട്ടില്ല. ഓരോ ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ നിശ്ചിതമായ ഇതിൽ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് കൂടി വേദപഠനം നടത്തി കൂദാശകളെ കുറിച്ചും സഭയുടെ ചരിത്രത്തെക്കുറിച്ചും ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചും അതിനെ ആസ്പദമാക്കിയുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ പഠനം നടത്തുക, ചർച്ച നടത്തുക, ഇതൊക്കെയാണ് ഈ നമ്മുടെ മർത്തമറിയം സമാജത്തിന്റെ ലക്ഷ്യം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മർത്തമറിയം സമാജം നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങളൊക്കെ അവര് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ശാസ്ത്രീയമായിട്ടും ഒരു അപഗ്രഥനം നടത്താൻ വേണ്ടി വാർഷിക പരീക്ഷയും അവര് നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒരു വേറൊരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ്. അപ്പോൾ ഈ ഒരു അസസ്മെന്റ് പോലെ ഈ 81 മുതൽ നടത്തുന്ന പരീക്ഷ, അതിനുശേഷം അവരത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വനിതാ സഹകരണ സംഘം, അതായത് നവജ്യോതി മോംസ് എന്ന് പറയുന്ന ഒരു വളരെ സുപ്രധാനമായ സേവനം നടത്തുന്ന ഒരു വനിതാ സഹകരണ സംഘം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സുത്യർഹമായ സേവനം നടത്തുന്നു എന്നുള്ളതും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ 5 തുടർ വിദ്യാഭ്യാസ സംബന്ധങ്ങളെ കുറിച്ചാണ് ഇതുവരെ മനസ്സിലാക്കിയത്. 6ാമത് ഒരെണ്ണം കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ദിവ്യബോധനമാണ്. ദിവ്യബോധനത്തെ കുറിച്ച് അറിയാൻ വയ്യാത്തവർ ആരും, ഏതാണ്ട് മുതിർന്നവരെല്ലാവരും തന്നെ പഠിക്കുന്ന ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മുടെ ഈ ദിവ്യബോധനം എന്ന് പറയുന്നത്. അതിന് വേദപുസ്തക പരിജ്ഞാനം, പിന്നെ അടിസ്ഥാനപരമായ പുസ്തക വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേദവിദ്യാഭ്യാസം, ഇതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ 1984 ഈ 10 പുസ്തകങ്ങൾ വീതമുള്ള ഒരു 2 വർഷത്തെ പിന്നെ കോഴ്സ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 3 ലെവലിൽ അതിന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിരുദ ഡിഗ്രി കോഴ്സുകളുണ്ട്. ഈ 3 രീതിയിൽ അവരവരുടെ കഴിവിനനുസരിച്ച് പ്രായപൂർത്തിയായവരുടെ ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനം തന്നെയാണ്. അപ്പോൾ അവരവരുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനോ ഡിപ്ലോമയ്ക്കോ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിഗ്രി കോഴ്സിനോ ചേർന്ന് അനേകം നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് ഈ ദിവ്യബോധനം എന്ന് പറയുന്നത്. അത് നമ്മുടെ മുമ്പ് നമ്മുടെ വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്ന ആഗോള പ്രശസ്തനായ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആശയമാണ് ഈ ദിവ്യബോധനം എന്ന് പറയുന്നത്.
അപ്പൊ അദ്ദേഹം വലിയ സെമിനാരിയിൽ പ്രവർത്തിച്ചിരുന്ന, സേവനം അനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട വൈദികരെ കൊണ്ട് തന്നെ ഇതിനുവേണ്ട മെറ്റീരിയൽസ്, റിസോഴ്സ് മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തയ്യാറാക്കി അദ്ദേഹം വളരെയധികം നേതൃത്വം കൊടുത്ത ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ് ഈ ദിവ്യബോധനം. അപ്പൊ അതിനകത്ത് യഥാർത്ഥത്തില് വിശുദ്ധ വേദ പുസ്തകം, സഭയുടെ ചരിത്രം, ആരാധന, പിന്നെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ധർമ്മശാസ്ത്രം, കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിവ്യബോധനം കോഴ്സ്. ഒരുപാട് പേര്, നമ്മുടെ സഭയിലുള്ള ഒരുപാട് പേര് ഈ ഏതെങ്കിലുമൊക്കെ ഉള്ള ലെവൽസ്, എല്ലാവരും ഡിഗ്രി പാസ്സായിട്ടില്ല, എല്ലാവരും ഡിപ്ലോമയും ചെയ്യുന്നില്ല, ചിലർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്, ചിലർ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ചിലർ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, ആ ഒരു ലെവലില് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായ വേദശാസ്ത്ര ബോധം നൽകാനായിട്ട് ദിവ്യബോധനം കൊണ്ട് ഈ നമ്മുടെ സഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ ഇതുവരെ ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് 6 പ്രധാനപ്പെട്ട തുടർ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത്. അപ്പൊ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നമുക്ക് OVBS ഒരു തുടർ വിദ്യാഭ്യാസ സംവിധാനമാണ്. അതിനുശേഷം കോളേജുകളിലും സ്കൂളിലും ഒക്കെ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നമുക്ക് NGOCSM എന്ന് പറയുന്ന സ്റ്റുഡൻസ് മൂവ്മെന്റ് നമുക്കുണ്ട്. അതിനുശേഷം ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞ OCVM ഉണ്ട്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥനായോഗങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭർത്തമറിയൻ സമാജം, അതിനുശേഷം ദിവ്യബോധനം. ഇങ്ങനെയുള്ള തുടർ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ക്രിസ്തീയ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ അടിസ്ഥാനപരമായ വേദശാസ്ത്രവും വിശ്വാസവും ഒക്കെ നമ്മുടെ വിശ്വാസികളിലേക്ക് കുറച്ചുകൂടെ രൂഢമൂലമാക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ സഭ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഇതും വളരെ വിശദമായിട്ട് പുസ്തകത്തിൽ ഇതിന്റെ ബ്രീഫായിട്ടുള്ള നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുക. നമുക്ക് വേറെ ഏതൊക്കെ മാർഗത്തിൽ നമുക്ക് ഈ തുടർ വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടേതായ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ അപ്പം അത് എസ്പെഷ്യലി ടെക്നോളജിക്കൽ അഡോപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പ്രാർത്ഥനായോഗങ്ങൾ, നമ്മുടെ കൊച്ചി ഭദ്രാസനത്തിൽ പ്രാർത്ഥനായോഗം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏത് രീതിയിൽ കുറച്ചുകൂടി തുടർ വിദ്യാഭ്യാസം എഫക്റ്റീവായിട്ട് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഉള്ളൂ. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ടാസ്കും കൂടെ ഞാൻ നിങ്ങളെ ഈ ആഴ്ച ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ 5ാമത്തെ യൂണിറ്റ് നമ്മളിവിടെ തീരുന്നു. ഞാൻ സംസാരിച്ചതുപോലെ 5ാമത്തെ യൂണിറ്റിൽ 4 പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1ാമത്തെ പാഠത്തില് ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിച്ചു. 2ാമത്തെ പാഠത്തില് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ പിന്നെ ചരിത്രം, അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കണ്ടത്. 3ാമത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പങ്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. 4ാമത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ തുടർ വിദ്യാഭ്യാസം, അങ്ങനെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എന്താണ്, അത് ഏതൊക്കെ മേഖലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 6ാമത്തെ യൂണിറ്റാണ്. 6ാമത്തെ യൂണിറ്റിലെ 1ാം പാഠത്തിലും അതുപോലെ 2ാം പാഠത്തിലും പാരിസ്ഥിതിക ആധ്യാത്മികത അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്പിരിച്വാലിറ്റി എന്നോ എക്കോ സ്പിരിച്വാലിറ്റി എന്നോ ഒക്കെ പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 1ാമത്തെ പാഠത്തിൽ പാരിസ്ഥിതിക ആധ്യാത്മികതയുടെ അർത്ഥം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്ന പാഠഭാഗം. ആമുഖമായിട്ട് പറയാനാണെങ്കിൽ നമുക്കറിയാം,
പ്രപഞ്ചം അല്ലെങ്കിൽ അതിന്റെ സർവ്വ ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ഇത് വളരെ വിശദമായിട്ട് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ ഉൽപ്പത്തി എന്നാണ്, ജനസിസ്, ഉൽപ്പത്തി എന്നാണ് ആ പ്രക്രിയയെ അവിടെ വർണ്ണിക്കുന്നത് കൊണ്ട് ഉൽപ്പത്തിയെ കുറിച്ച് തന്നെ അവിടെ ആദ്യം പ്രതിപാദിക്കുന്നു. അപ്പൊ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിലൊക്കെ ഇത് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചവും അതിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പം ഈ സർവ്വ സൃഷ്ടികളും തമ്മിലുള്ള പരസ്പര ആശ്രയം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദി ഇന്റർഡിപെൻഡൻസ് ഓഫ് ദി എൻറ്റയർ ക്രിയേഷൻ. പരസ്പരാശ്രയം, ഈ സർവ്വ സൃഷ്ടികളുടെയും പരസ്പര ആശ്രയമാണ്. This interdependence is highly required for the subsistence of this nature. ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ സർവൈവൽ എന്ന് പറയുന്നത് പരസ്പര ആശ്രയത്വമാണ്, ഇന്റർഡിപെൻഡൻസ് ആണ്. അപ്പോൾ സർവ്വ സൃഷ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മ്യൂച്വൽ കോർഡിനേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്, അതാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആവശ്യം. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ്, ഈ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്റെ ദ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്, മനുഷ്യരുടെ ആ സ്വഭാവം, ആ പ്രത്യേകത കൊണ്ട് ഈ ഇന്റർഡിപെൻഡൻസ് ഇല്ലാതെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ ഇതിന് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതെങ്ങനെ തിരിച്ചു വരാനായിട്ട് സാധിക്കും? അതിന് 2 മാർഗങ്ങളാണ്. ഒന്ന് സ്പിരിച്വൽ, 2 സോഷ്യൽ. അപ്പം ഈ സ്പിരിച്വലായിട്ടും സോഷ്യലായിട്ടുമുള്ള ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ആ ബോധവൽക്കരണത്തിന്റെ ഭാഗം നമ്മുടെ സഭയും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സഭ ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ പാഠഭാഗം ഇവിടെ പഠിക്കുന്നത്. അപ്പൊ സഭയുടെ ദൗത്യമാണ് ഈ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പ്രപഞ്ചവും അതിലെ സർവ്വചരാചരങ്ങളും ഒരേപോലെ ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നത് സഭയുടെയും കൂടെ ഒരു ദൗത്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാഠഭാഗം ഇവിടെ പഠിക്കുന്നത്. നമുക്കറിയാം, എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം, അല്ലേ? അത് എന്താണ് എക്കോളജി? പിന്നെ നമ്മുടെ പൗരസ്ത്യ ക്രിസ്തീയ സഭയുടെ പരിസ്ഥിതിയെ കുറിച്ചുള്ള വീക്ഷണം എന്താണ്? ഓക്കെ, സോ ഇത് ആണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. എന്താണ് ഞാൻ മുമ്പേ ചോദിച്ചതുപോലെ, വാട്ട് ഈസ് എക്കോളജി? എന്താണ് പരിസ്ഥിതി, അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി പഠനം, അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി ശാസ്ത്രം? എക്കോളജി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ ബയോളജി പുസ്തകത്തിനകത്തൊക്കെ അല്ലെങ്കിൽ സയൻസിന്റെ പുസ്തകത്തിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഇപ്പൊ യഥാർത്ഥത്തില് മനുഷ്യനും അതിന്റെ ചരാചരങ്ങളും, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നേച്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനും അവന്റെ ചുറ്റുപാടുള്ള ചരാചരങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മനുഷ്യനാണ് ഈ മറ്റുള്ള എല്ലാ ചരാചരങ്ങളെക്കാട്ടിലും വിഭിന്നമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ പറയുന്നു അവന് വിവേകവും ബുദ്ധിയും ഒക്കെ മറ്റ് ചരാചരങ്ങളെക്കാട്ടിലും കൂടുതൽ മനുഷ്യനിലുണ്ട്, അല്ലെങ്കിൽ എന്നാണ് നമ്മുടെ സങ്കല്പം, എന്നാണ് നമ്മൾ വെക്കുന്നത്, എന്നാണ് വി ആർ കൺസിഡറിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ മോർ നോളജബിൾ ആൻഡ് വൈസ്
ദാൻ അതർ ക്രീച്ചേഴ്സ് ഇൻ ദീസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദിസ് നേച്ചർ. ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം. നമ്മൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോലും ഓക്കെ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിസ്ഥിതിയെക്കുറിച്ചും അല്ലെങ്കിൽ പരിസ്ഥിതി പഠനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്തിട്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ദിസ് ഈസ് എ സൈക്ലിക്കൽ പ്രോസസ്. എൻവയോൺമെന്റൽ സൈക്കിൾ എന്ന് തന്നെയാണ് അത് പറയുന്നത്. അതൊരു സൈക്കിളാണ്. അപ്പൊ ആ സൈക്കിളിൽ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ അഫക്ട് ദി എൻറ്റയർ നേച്ചർ. പരിസ്ഥിതിയെ മുഴുവൻ അത് ബാധിക്കുന്ന ഒരു പ്രശ്നം, ഒരു സങ്കീർണ പ്രശ്നമായിട്ട് മാറ്റപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു നമുക്ക് ചുറ്റോട് ചുറ്റും നോക്കിയാൽ നമുക്കറിയാം ഈ മാലിന്യങ്ങളൊക്കെ വന്ന് കൂമ്പാരം കൂടുന്ന ഒരു പ്രക്രിയ. അതൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? സാധാരണ ചിലപ്പോൾ വളരെ വൃത്തിയായിട്ടുള്ള ഒരു കുളം, ആ കുളത്തിനകത്ത് തന്നെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഒരു പരിസ്ഥിതി വ്യവസ്ഥ അതിനകത്തുണ്ട്. അതിനകത്ത് ആമ്പല് വളരുന്നു, അതിനകത്ത് തവളകളുണ്ട്, അതിനകത്ത് ചെറു മീനുകളുണ്ട്. ഇതെല്ലാം ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിനെ പിടിക്കാൻ പാമ്പ് വരുന്നു. ഓക്കെ, അപ്പോ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കുളത്തിലേക്ക് നമ്മൾ കുറെ മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ ഓക്സിജൻ ക്രമേണ ഇല്ലാതാകും. അപ്പോൾ ആ കുളത്തെ ഡിപ്പെൻഡ് ചെയ്ത നിന്നിരുന്ന ജീവകണങ്ങൾ മുഴുവൻ നശിച്ചില്ലാതായി പോകും. ഇതാണ് ഒരു വലിയ ആഘാതം, ഇത് ഒരു വലിയ ഇമ്പാക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ അറിയാം ബയോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫുഡ് സൈക്കിൾ, ഫുഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് ഒരു ഫുഡ് സൈക്കിൾ എടുത്താൽ ആദ്യം ഒരു പുല്ല്, ചെറിയൊരു ചെടി, പുൽച്ചെടി. ആ പുൽച്ചെടിയെ പുൽച്ചാടി എന്ന് പറഞ്ഞ വിട്ടിലെന്ന് പറയുന്ന ആ ചെറിയ കുഞ്ഞ് ഇത് ഭക്ഷിക്കുന്നു. ആ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു. ഇതൊരു സൈക്കിളാണ്. വേറൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പുല്ല് പശു ഭക്ഷിക്കുന്നു, പശുവിൽ നിന്ന് മനുഷ്യൻ പാല് ഉപയോഗിക്കുന്നു. ഇതൊരു സൈക്കിളാണ്. അപ്പൊ ഈ സൈക്കിളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇതിന് കോട്ടം വന്നാൽ ആ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായി. ഈ ദുരന്തമാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം, അത് ചിലപ്പോൾ ഇവിടെ ഉള്ള ഒരു മാറ്റം, അതിന്റെ ഇമ്പാക്റ്റ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ലോകം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ക്ലൈമാറ്റിക് വേരിയേഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രദ്വാര വായിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലേ, പിന്നെ അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആർട്ടിക് മേഖലകളിലുള്ള മഞ്ഞ് ഉരുകുന്നു. ഇറ്റ്സ് എ കോസ് ഓഫ് കൺസേൺ. അല്ലെങ്കിൽ നമ്മുടെ സിയാച്ചിൻ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് സിയാച്ചിൻ. അവിടുത്തെ മഞ്ഞുരുകുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഗംഗയിലോ ബ്രഹ്മപുത്രയിലോ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഇമ്പാക്റ്റ് ചിലപ്പം 1000-10,000 കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കും അതുണ്ടാകുന്നത്. അപ്പൊ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. അതിന്റെ ഉത്തരവാദിത്വം, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്കോളജി എന്താണ്, പരിസ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് വാട്ട് ഈസ് എൻവയോൺമെന്റൽ ക്രൈസിസ്, എന്താണ് പരിസ്ഥിതിയിലുള്ള ഈ പ്രതിസന്ധി? നമ്മളിതിനെ കുറിച്ചാണല്ലോ വലിയ വേവലാതി, ലോകം മുഴുവൻ ഇപ്പം എൻവയോൺമെന്റൽ ക്രൈസിസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമുക്ക്
സീസൺസ് ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, സമ്മർ, വിന്റർ, സ്പ്രിംഗ്, ഓട്ടം എന്നൊക്കെ പറഞ്ഞുള്ള സീസൺസ് ഉണ്ട്. ഇതില് നമ്മുടെ അനുഭവത്തിൽ തന്നെ വെച്ച് നമുക്ക് നോക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു സീസൺ കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ? കൃത്യസമയത്ത് വരാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ മൺസൂൺ ടൈമാണ്. മൺസൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സാധാരണ അങ്ങേയറ്റത്തെ ഒരു നോർമൽ മൺസൂൺ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30 മൺസൂൺ വിൽ ബി ഓവർ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒക്ടോബർ പകുതിയായി കഴിഞ്ഞു, ഇപ്പോഴും നമ്മുടെ മൺസൂൺ അവസാനിച്ചിട്ടില്ല. അത് വീണ്ടും തുടരും എന്നാണ് ഇപ്പോഴും നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗിൽ പറയുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് കാലാവസ്ഥയിൽ ആകമാനം വലിയ വ്യതിയാനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ എ പർട്ടിക്കുലർ സീസൺ അല്ലേ? നമുക്ക് നേരത്തെ അറിയാം, ഒക്ടോബർ മുതൽ പണ്ട് കാലത്ത് നമുക്ക് ഒരു ജനുവരി വരെയൊക്കെ നല്ല തണുപ്പുള്ള കാലമായിരുന്നു. ഇപ്പൊ ഒക്ടോബറിൽ തണുപ്പില്ല, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മഴ എന്ന് തീരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ തണുപ്പ് എന്ന് തുടങ്ങുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. തണുപ്പ് എൻ്റെ തൊട്ടു പുറകെ പിന്നെ വലിയ വേനൽക്കാലം വരണം. അപ്പൊ അതെന്ന് ആരംഭിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ അതുകൊണ്ട് സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ സീസൺസ് റൈറ്റ് നൗ അല്ലേ? അപ്പൊ ഈ പതിവ് തെറ്റിച്ചാണ് ഈ മഴയും മഞ്ഞും വരൾച്ചയും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ, ഇത് ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, ലോകം മുഴുവൻ ഈ മാറ്റം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിന് ഒക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പൊല്യൂഷനാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൊല്യൂഷനാണ്. നിങ്ങൾ അതും ഈ പേപ്പറിലൊക്കെ വായിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർബൺ എമിഷൻസ്, കാർബൺ ഫുട് പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇത് എവിടുന്ന ഈ കാർബൺ എമിഷൻസ് ഉണ്ടാകുന്നത്? നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ യന്ത്രശാലകൾ അല്ലേ, നമ്മുടെ ഫാക്ടറികൾ, നമ്മുടെ വ്യവസായശാലകൾ, ഇവിടുന്നൊക്കെയാണ് ഈ കാർബൺ എമിഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് നമ്മൾ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് കാർബൺ ഫുട് പ്രിന്റ്സ് എന്നാ പറയുന്നത്. അപ്പോ ഈ പൊല്യൂഷനിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ എമിഷൻസ്, ഈ കാർബൺ എമിഷൻസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു എൻവയോൺമെന്റൽ ഇംബാലൻസ് ആണ് ഉണ്ടാകുന്നത്, ഇംബാലൻസിങ് ഓഫ് ദി എൻവയോൺമെന്റ്. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദി ഡിഫക്റ്റീവ് പ്ലാനിങ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മള് ഈ വ്യവസായവൽക്കരണം നമുക്ക് വേണം, അല്ലെങ്കിൽ അർബനൈസേഷൻ വേണം അല്ലേ? അതൊക്കെ എല്ലാവർക്കും തൊഴിലൊക്കെ വേണമെങ്കിൽ അർബനൈസേഷനും പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ അതിന്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ തൊഴിൽശാലകൾ ഉണ്ടെങ്കിലേ തൊഴിൽ കിട്ടത്തുള്ളൂ ഇല്ലേ? അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാര് സിറ്റീസിലോട്ടും മെട്രോസിലോട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അർബനൈസേഷൻ കൊണ്ടാണ്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇൻഡസ്ട്രീസ് കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മെട്രോ സിറ്റീസിലാണ് അല്ലെങ്കിൽ അർബൻ ഏരിയാസിലാണ്. അപ്പൊ ഈ അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഇസ് എ പാർട്സ്. അപ്പോ പക്ഷേ അവിടെ അത് വേണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് പ്ലാനിങ്. പ്രോപ്പറായിട്ട് ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. കണ്ണി കാണുന്നവർക്ക് എല്ലാവർക്കും ഇതിനുള്ള പെർമിഷൻ കൊടുക്കുന്നു. പക്ഷേ ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം. So this is one of the critical problems. Due to the social and economic development, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാകണം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ റീസൺ എന്താണ്? അൺസയന്റിഫിക്, അല്ലെങ്കിൽ ഡ്യൂ ടു ദി ലാക്ക് ഓഫ് പ്ലാൻഡ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ദിസ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ്. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കേസാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഡെവലപ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ഡെവലപ്മെന്റ് ഫോർ ദ സേക്ക് ഓഫ് ഡെവലപ്മെന്റ് ഇല്ലേ? അതിന് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഉദാഹരണം എടുത്താൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് ഇൻ മൂന്നാർ. മനസ്സിലായോ? എല്ലാ മൺസൂൺ കാലത്തും എന്തുമാത്രം അപകടമാണ് ആ മേഖലയിൽ നടക്കുന്നത്. ഓക്കെ, ഈ പ്രാവശ്യവും നമുക്കറിയാം പെട്ടുപിടി എന്ന് പറഞ്ഞ സ്ഥലത്ത്
വലിയൊരു ദുരന്തം ഉണ്ടായി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വികൃതികളെല്ലാം നമുക്ക് തന്നെ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവാസ വ്യവസ്ഥയെ തകർത്ത് അതിന് പകരം കോൺക്രീറ്റ് ജംഗിൾ ഉണ്ടാക്കി അത് മുഴുവൻ പ്രകൃതി എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ലാക്ക് ഓഫ് പ്ലാൻഡ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൺമുമ്പിലുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ലോകം മുഴുവൻ, ദിസ് ഇസ് നോട്ട് ആൻ എക്സെപ്ഷണൽ കേസ് ഇൻ കേരള, ദിസ് ഇസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ മൂലം, കൂടുതൽ കാർബൺ എമിഷൻസ് മൂലം എന്താ ഉണ്ടാകുന്നത് നമ്മൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ വീഴുന്നു, ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, ഡിഫോറസ്റ്ററൈസേഷൻ, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തോ ഒരു ചൂട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇതെല്ലാം ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദിസ്, ഓർ യു ക്യാൻ സേ ദീസ് ആർ ദ എൻവയോൺമെന്റൽ ക്രൈസിസ്. വാട്ട് ആർ ദ എൻവയോൺമെന്റൽ ക്രൈസിസ്? എന്തൊക്കെയാണ്? ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ക്രൈസിസ്, ആസിഡ് റെയിൻ ഈസ് ക്രൈസിസ്, ഡിഫോറസ്ട്രേഷൻ ഈസ് അനദർ ക്രൈസിസ്. ഓക്കെ, then ozone depletion is another crisis, ground water depletion. ഗ്രൗണ്ട് വാട്ടർ ഇപ്പൊ ഇല്ല, കിണർ കുത്തിയാൽ കിണറിനകത്ത് വെള്ളം കിട്ടുന്നില്ല, അതിന് പകരം ഇപ്പൊ എല്ലാവരും ട്യൂബ് വെള്ളം എടുക്കുന്നത്, അത് അടുത്ത പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ദീസ് ആർ ദ ഡിഫറെന്റ് ക്രൈസിസ്. ഇപ്പൊ വളരെ ചുരുക്കി പറഞ്ഞാൽ എൻവയോൺമെന്റൽ ക്രൈസിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി അൺജസ്റ്റിഫൈഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ നേച്ചർ. മനസ്സിലായില്ലേ? നമ്മള് പ്രകൃതിയെ അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ എൻവയോൺമെന്റൽ ക്രൈസിസ്. ഒരു കാര്യം കൂടെ നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് ഇതിനോടുള്ള നമ്മുടെ ക്രിസ്തീയ സമീപനം? വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ അപ്രോച്ച് ടുവേർഡ്സ് ദിസ് എൻവയോൺമെന്റ്? അത് നമുക്ക് ഞാൻ ആദ്യം തന്നെ ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് അതിന്റെ ഉദാഹരണവും അതിന്റെ അടിസ്ഥാനം അല്ലേ? ആദ്യത്തെ സൃഷ്ടി, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതിലെ ഏറ്റവും അത്യുന്നതമായ പദവിയാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ദൈവം ഉത്തരവാദിത്വം കൂടെ കൊടുത്തു. പദവി കൊടുത്തത് കൂടാതെ ഉത്തരവാദിത്വം കൂടെ കൊടുത്തു. അതിന്റെ റെസ്പോൺസിബിലിറ്റി, പൊസിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ടും കൂടെ മനുഷ്യന് കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പദവി മാത്രം എടുത്തു, ഉത്തരവാദിത്വം നമ്മൾ എടുത്ത് കളയുകയും ചെയ്തു. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപജയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏദൻ തോട്ടം ഉണ്ടാക്കി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏദൻ തോട്ടം നിർമ്മിച്ചപ്പോൾ, അല്ലെ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ഏൽപ്പിച്ചതിപ്പോ എന്താണ്? വേല ചെയ്തും അത് കാപ്പാനും, ടു വർക്ക് ആൻഡ് ടു ടേക്ക് കെയർ ഓഫ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ സൂക്ഷിക്കുവാൻ, ടു വർക്ക്, വേല ചെയ്യണം, അധ്വാനിക്കണം. നമുക്ക് ഇപ്പൊ ഈ നടക്കുന്നതെല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഈ അധ്വാനിക്കാനുള്ള നമ്മുടെ താല്പര്യമില്ലായ്മയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇച്ചിരി കാശുണ്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് ഒരു ഇത് വേണം. ആ ഇതാണ് ഈ നമ്മുടെ ഈ വലിയൊരു ക്രൈസിസിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഭൂമിയെയും പ്രകൃതിയെയും അധ്വാനിച്ച് സംരക്ഷിക്കുവാനായിട്ടുള്ള നിർദ്ദേശമാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പം ഈ സകല ചരാചരങ്ങളുടെ മേല് മനുഷ്യന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പം വിവിധ തരം സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം മനുഷ്യന് ആഹാരമായിട്ട് കൊടുത്തു. ഓക്കെ, പക്ഷേ അത് സംരക്ഷിക്കുവാനായിട്ടുള്ള അടിസ്ഥാന കൽപ്പന ആര് ലംഘിച്ചു? മനുഷ്യൻ ലംഘിച്ചു. ദൈവം, ഞാൻ നേരത്തെയുള്ള യൂണിറ്റിൽ പറഞ്ഞിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ആരുടെ സ്വഭാവം വേണം? ദൈവത്തിന്റെ സ്വഭാവം വേണം. ദൈവത്തിന് എല്ലാവരും ആരാണ്? തുല്യരാണ്. എവരിവൺ, ഓൾ ആർ ഈക്വൽ ടു ഗോഡ്. ദൈവത്തിന് എല്ലാവരും തുല്യരാണ്. അപ്പം മനുഷ്യൻ അതല്ല അവിടെ ചെയ്തത് അല്ലേ?
മനുഷ്യരെല്ലാവരും തുല്യരായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ ഈ ചൂഷണങ്ങൾ ഇവിടെ നടക്കത്തില്ലായിരുന്നു. അപ്പം മനുഷ്യനൊരു ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. ഈ പ്രകൃതിയെ കാപ്പാൻ. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിയേച്ചറാണ്, നേച്ചറിന്റെ മിനിയേച്ചറാണ് ഏദൻ തോട്ടം. അപ്പൊ അതിനെ കാക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം മനുഷ്യന് കൊടുത്തിരുന്നു. പക്ഷേ നമ്മളത് നിറവേറ്റിയില്ല, അവിടെ അത് പരാജയപ്പെട്ടു. ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം. ഇനി നമ്മൾക്ക് ഇവിടെ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് പരിസ്ഥിതി ആധ്യാത്മികതയുടെ വേദപുസ്തക അടിസ്ഥാനമാണ്. ഇപ്പൊ എന്താണ് വാട്ട് ഈസ് ദി ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓർ ഓഫ് എക്കോ സ്പിരിച്വാലിറ്റി? ഇതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ വേദപുസ്തകം വായിച്ചു മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ ഇതിനെ അടിസ്ഥാനമാക്കി വളരെ വലിയ ഒരു വിശകലനവും വിശദീകരണവുമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പം വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ പ്രകൃതിയെയും അതിലുള്ള സർവ്വ സൃഷ്ടികളെയും സംരക്ഷിക്കുവാനും കരുതുവാനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്ന് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓർക്കുന്നു. അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ഈ 2 അധ്യായങ്ങളിലും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൽ മനുഷ്യനുള്ള സ്ഥാനത്തെ പറ്റിയുമാണ് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആദ്യ പിതാവായ ആദാമിനെ സൃഷ്ടിച്ചത് എന്നവിടെ വ്യക്തമാക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. മണ്ണിൽ നിന്ന് ആദാമിനെ സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആദാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മണ്ണിൽ നിന്ന് എടുത്തവൻ എന്നാണ്. അപ്പം ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കുന്നു. ആ ഏദൻ തോട്ടത്തിൽ സർവചരാചരങ്ങളെയും നിയോഗിക്കുന്നു. അവിടെ അതിനെ കാത്ത് പരിപാലിക്കുവാനും അവിടെ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് മനുഷ്യന് അവിടെ ഏൽപ്പിച്ചു കൊടുത്തത്. ആ ഒരു വലിയ ദൗത്യം ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെ ആയിരിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് ഈ ഭാഗത്ത് നൽകുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വീണ്ടും 7, 8, 9 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇതിനനുസൃതമായ മറ്റു ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നോഹയുടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നോഹയുടെ പെട്ടകം, നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നോഹയുടെ പെട്ടകത്തെ കുറിച്ചൊക്കെ അവിടെ വളരെ വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കഥയൊക്കെയാണ്, അല്ലേ? അപ്പോൾ നോഹയോടൊപ്പം പെട്ടകത്തിനകത്ത് കയറാൻ എല്ലാ ജീവജന്തുക്കളെയും അനുവദിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു ജീവജന്തുവിനെ പോലും ഒരു ജീവജാലത്തെ പോലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ ജീവജന്തുക്കളെയും ഓക്കെ ആണും പെണ്ണുമായി അത് മുഴുവൻ ജീവജന്തുക്കളെയും ദൈവം കാത്തു പരിപാലിച്ചു. അവ പിന്നീട് പെരുകുവാനുള്ള ഒരു അവസരം ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും വീണ്ടും എല്ലാ സൃഷ്ടികളോടുമുള്ള ദൈവത്തിന്റെ കരുതലിനെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ആ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഒരു മഴവില്ല്, ഓക്കെ, ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും. ആ മഴവില്ലിന്റെ ആ സെമി സർക്കിൾ ആകൃതി നമ്മുടെ മദ്ബഹായുടെ അവിടെ നമ്മൾ ദൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ? അപ്പം അതിന്റെ അടയാളം വിശുദ്ധ മദ്ബഹായുടെ വളവ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് ദൈവത്തിന്റെ കരുണയും കൃപയും ഒക്കെയാണ് ആ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം ആ ഒരു സന്ദേശം ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രകൃതിയും മറ്റു ചരാചരങ്ങളും ഒന്നും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. ഇതെല്ലാം ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ടിയ ഒരു സംവിധാനമാണ് എന്ന് ദൈവം അതിൽ കൂടെ നമുക്ക് ഒരു മുഖ്യ സന്ദേശം നൽകുന്നുണ്ട്. അപ്പൊ എല്ലാ സൃഷ്ടികളെ കുറിച്ചും ദൈവത്തിന് വിചാരമുണ്ട് എന്നുള്ളതാണ് ഈ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ ഉള്ള കരുതൽ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടാതെ മനുഷ്യൻ ഈ ഭൂമിയെയും അതിലെ എല്ലാ ജീവന്റെ ഭാവങ്ങളെയും ബഹുമാനിക്കുകയും
അതിനെ വിലമതിക്കുകയും ചെയ്യണമെന്നും അർത്ഥമാക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, നോഹ ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മറ്റ് ജീവജാലങ്ങളെയും പ്രവേശിപ്പിക്കുവാനുള്ള അനുമതി, കരുതലിനെ കുറിച്ചുള്ള ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചില തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുന്നുടനെ ചില തെറ്റിദ്ധാരണകൾ വരുന്നത്. ഇപ്പൊ മനുഷ്യൻ അത് വാഴുക എന്നുള്ള ഒരു പദം അവിടെ നിറഞ്ഞിരിക്കുന്നത്. വാഴുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങ് അടക്കി വാഴുക, അതിന്റെ ഡോമിനൻസ് അല്ല, മനുഷ്യന്റെ ഡോമിനേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ല ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. വാഴുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കരുതുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, അല്ലേ? നമുക്ക് പിന്നെ ആ ഒരു അർത്ഥം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമെയിൻ അപ്രോച്ചാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ അത് കരുതുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആ ഒരു കരുതലിന്റെ ഭാഗമായി, ആ കരുതലിൽ നിന്നുണ്ടാകുന്ന സംരക്ഷണവും സമാധാനവും ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിനെ ചൂഷണം ചെയ്യുക, വാഴുക എന്നുള്ള ഉദ്ദേശം മുഴുവൻ അടക്കി വാണ് ബിക്കോസ് ഓഫ് ഹിസ് ഡോമിനൻസ്. ഓക്കെ, യു ക്യാൻ എക്സ്പ്ലോയിറ്റ്, മറ്റവർക്ക് ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ചൂഷണം ചെയ്യാം എന്നുള്ള അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ വേദപുസ്തകം എടുത്തു നോക്കിയാൽ, പഴയ നിയമത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ലേവ്യ പുസ്തകം എടുത്തു നോക്കിയാൽ 25-ാം അധ്യായത്തില് ദൈവം ഈ പ്രകൃതിയോടുള്ള ദൈവത്തിന്റെ കരുതൽ, അതുപോലെ തന്നെ മനുഷ്യന് അതിലുള്ള പങ്കാളിത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ 8-ാമത്തെ സങ്കീർത്തനം, 104-ാമത്തെ സങ്കീർത്തനം, 148-ാമത്തെ സങ്കീർത്തനം, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കും. പുസ്തകത്തിൽ അതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പഴയ നിയമത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇയ്യോബിന്റെ പുസ്തകത്തില് നമുക്ക് 38-ാം അധ്യായവും അതുപോലെ തന്നെ 39-ാം അധ്യായത്തിലും വിവരിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ അടുത്ത് ദൈവം സംസാരിക്കുന്നത് ചുഴലിക്കാറ്റിലൂടെയാണ്. ചുഴലിക്കാറ്റിനകത്ത് നിന്നാണ് ദൈവം സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നത്. അപ്പൊ അതൊരു പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ് ചുഴലി എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയിലെ ഇതുപോലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ദൈവം, അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ദ ഓംനി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം എല്ലായിടത്തും, ദൈവത്തെ നമ്മൾ ദർശിക്കുവാനായിട്ട് സാധിക്കും. സർവ്വവ്യാപി എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ മീഖ പ്രവാചകൻ, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ, ഇവരുടെയൊക്കെ പുസ്തകം പരിശോധിച്ചാൽ അതിനകത്തും മനുഷ്യന്റെ അനുസരണക്കേടാൽ ഈ നമ്മുടെ സൃഷ്ടി നശിച്ചു പോയതും അതിനെ എങ്ങനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, ഉപദേശങ്ങൾ, അതിന്റെ ചിന്തകൾ ഇവര് ഇതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, അതുപോലെ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, 11-ാം അധ്യായം, 35-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ ഇതിനെ കുറിച്ചുള്ള വിവരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വാക്യങ്ങൾ, അതുപോലെ തന്നെ കൊലോസിയർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെ വാക്യങ്ങൾ, പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15 മുതൽ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 17-ാം വാക്യം, ഇതിലൊക്കെയും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. സർവ്വലോകത്തിനുമുള്ള രക്ഷയാണ് ക്രിസ്തു ഉദ്ദേശിച്ചത്. അത് മനുഷ്യനെ മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും അവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം, പഴയ നിയമവും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായ ഒരു വിശകലനമാണ് നടത്തിയിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് അടുത്തതായിട്ട് ഈ നമ്മുടെ സഭാപിതാക്കന്മാർ ഈ പ്രകൃതിയെ എങ്ങനെ കരുതണം എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാര് യഥാർത്ഥത്തില് പിന്നെ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ്, അതുപോലെ തന്നെ നാസിയാൻസിലെ ഗ്രിഗോറിയോസ്, അതുപോലെ തന്നെ ജോൺ ക്രിസോസ്റ്റം, ഓക്കെ, മാക്സിനസ് ദ കൺഫസർ, ഇങ്ങനെ തുടങ്ങിയ
വളരെ വലിയ പ്രവാചകന്മാർ. അതിൽ മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് ഇവരെ നമുക്ക് അറിയാം. നമ്മൾ പ്രത്യേകിച്ച് ജനുവരി 1 ആണ്ടാരംഭത്തിൽ ഈ പിതാക്കന്മാരുടെ പെരുന്നാളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് വളരെ വിശദമായി വിശകലനം അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പിതാക്കന്മാരാണ്. അപ്പം ഇനി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രീക്കില് ലോഗോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തില് സർവ്വ സൃഷ്ടികളുടെയും രക്ഷ എന്നാണ്. ഓക്കെ, രക്ഷ എന്ന് പറയുന്നത് സർവ്വ സൃഷ്ടികൾക്കും ഉള്ളതാണ്, അല്ലാതെ മനുഷ്യന് മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ യേശു തമ്പുരാന്റെ പഠിപ്പിക്കൽ. എന്തിനാ യേശു ക്രിസ്തു ഈ ക്രൂശിൽ യാഗമായി തീർന്നത്? സർവ്വ ലോകത്തിന്റെയും രക്ഷയാണ്. അപ്പം പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യം. അപ്പൊ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഒരു വലിയ രക്ഷാകരമായ ഒരു പദ്ധതിയാണ് അദ്ദേഹം ആവിഷ്കരിക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഈ പിതാക്കന്മാര് വളരെ വിശദമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പിതാക്കന്മാരെ കുറിച്ചുള്ള വായനകളും പഠനങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ പ്രകൃതിയെ കരുതുന്ന ഒരു വലിയ ഒരു കൺസേൺ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം പിതാക്കന്മാരും നമ്മളെ ഈ രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനനുസൃതമായി ഞാൻ ഒരു ചെറിയ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു ചെറിയ ഗാനം ഇവിടെ ആലപിച്ച് ഞാൻ ഈ പാഠഭാഗത്ത് ഒന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 2-3 ലൈൻസ് മാത്രം ഞാനിവിടെ പാടട്ടെ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. 2 വലിയ പാടിയുള്ളൂ, സമയക്കുറവ് പോലെ ഞാനത് കൂടുതൽ പാടുന്നത്. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായിട്ട് പുകഴ്ത്തുന്ന സൃഷ്ടാവ്. ഓക്കെ, ഈ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. ഈ സൃഷ്ടാവിനെ നമ്മൾ സ്തുതിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള സമസൃഷ്ടികളെ കരുതലോടെ കരുണയോടെ കരുതുന്നവരാണെങ്കിൽ മാത്രമേ ഇങ്ങനെ സൃഷ്ടാവിനെ സ്തുതിക്കാൻ നമുക്ക് അർഹതയുള്ളൂ. അല്ലാതെ ഇതിനെ ചൂഷണം ചെയ്തിട്ട് സൃഷ്ടാവിനെ സ്തുതിക്കാനായിട്ട് ഒരു അർഹത നമുക്കില്ല. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഈ എക്കോ സ്പിരിച്വാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യന് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് ആദ്യ സൃഷ്ടിയുടെ ആദ്യ ഭാഗം തന്നെ അത് കണ്ടാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ദൈവം ആ വലിയൊരു കരുതലിന്റെ മനോഭാവം ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ ദൈവിക സ്വഭാവം പ്രകൃതിയോടും മറ്റ് സർവ്വചരാചരങ്ങളോടും കാണിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഈ പാഠഭാഗം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ, ഒരു ചെറിയ ചോദ്യമായിട്ട്, നമുക്കറിയാമല്ലോ ഇപ്പം അടുത്തിടയ്ക്ക് ഒരുപാട് പ്രകൃതി ക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നു. അപ്പൊ അങ്ങനെയുള്ള 1, 2, 3 പ്രകൃതി ക്ഷോഭം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ നടന്ന പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ അപ്പോൾ അവരുടെ കേരളത്തിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തം, ഇന്ത്യയിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തം, പിന്നെ ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്ത് നടന്ന ഒരു പ്രകൃതി ദുരന്തം. ഈ ഒരു 3 പ്രകൃതി ദുരന്തങ്ങളും അതിനുണ്ടായ കാരണങ്ങൾ നിങ്ങളെ കൊണ്ടൊന്ന് അവലോകനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. അതൊരു അസൈൻമെന്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, താങ്ക് യു.